Hi, Namaste, welcome back to my channel Vinchina. ഓപ്ഷൻസിൽ നല്ല റിട്ടേൺസ് കിട്ടിയ ദിവസമാണിന്ന്. ഇന്നെന്ന് പറഞ്ഞാൽ നമുക്ക് 4th ഏപ്രിൽ പെർഫോമൻസ് ആണ്. അപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മോർണിംഗിൽ തന്നെ ഗ്യാപ് ഡൗൺ അടിച്ച് നല്ല റിട്ടേൺസ് തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുട്ട് ഓപ്ഷൻ നമുക്ക് 23,200 പുട്ട് ഓപ്ഷൻ മോർണിംഗിൽ തന്നെ 200 ഇന്ന് ബ്രേക്ക് ചെയ്ത് പോയി 325 വരെ പോയി. പിന്നെ ബാക്ക് അടിച്ച് പിന്നെ രണ്ടാമത് കയറി 250 പിന്നെ കയറി ഇപ്പോഴും റണ്ണിങ് ആണ് 320 ഇപ്പോഴും മാർക്കറ്റ് കയറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിൽ കറക്റ്റ് എൻട്രി പോയിന്റ് നമ്മുടെ സോഫ്റ്റ്വെയർ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള എൻട്രിയും എക്സിറ്റും റിവേഴ്സിൽ എന്ന് പറഞ്ഞാൽ ഫേക്ക് ആയിട്ട് പോകുന്ന അപ്പ് ഡൗൺസ്, അതായത് നമുക്കൊരു അതായത് ഒരു തിരിച്ച് മാർക്കറ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു പ്രോപ്പർ ഡൗൺ ഉണ്ടോ, തിരിച്ച് ഇനിയും കയറാൻ പോകുന്ന സാഹചര്യം, ഇനിയും മാർക്കറ്റ് കയറുമ്പോൾ എന്നുള്ള നമുക്ക് കറക്റ്റ് ഇൻഡിക്കേഷൻ കിട്ടും. സാധാ ചാർട്ടുകളെ സംബന്ധിച്ച് നോക്കുന്ന കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റിയ എളുപ്പമായിട്ടുള്ള സ്ട്രാറ്റജിയാണ്. ഇന്നത്തെ നിഫ്റ്റിയുടെ തന്നെ രാവിലെ അടിച്ചു കയറ്റാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പുട്ട് ഓപ്ഷൻ അടിച്ചു കയറ്റാൻ കഴിഞ്ഞ ശേഷം മാർക്കറ്റ് അപ്രോക്സിമേറ്റ് 325 ഒരു ഇറക്കം നമുക്ക് ഒരു 235 ഒരു പെട്ടെന്നൊരു ഹൈക്ക് ഡൗൺ ഇറങ്ങിയിട്ടാണ് പിന്നെ തിരിച്ചു പോയിരിക്കുന്നത്. അപ്പം നമുക്കവിടെ അതൊരു പ്രോപ്പർ ഡൗണിൽ തിരിച്ചു കയറാൻ ചാൻസ് നമ്മുടെ സോഫ്റ്റ്വെയറിന്റെ 5 മിനിറ്റ് ചാർട്ട് വെച്ച് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ നമുക്ക് ചെറിയ ട്രേഡുകൾ നമ്മളാണ് എക്സ്പെക്ട് ചെയ്യുന്നത്, നമുക്ക് M1 നമ്മുടെ ട്രേഡ് കിട്ടുകയും ചെയ്യും. M1 നമുക്ക് ആക്ച്വലി പെട്ടെന്ന് തന്നെ എൻട്രിയും എക്സിറ്റും നമുക്ക് എടുത്ത് എക്സിറ്റും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നിഫ്റ്റിയുടെ ചാർട്ട് പ്രകാരം നമുക്ക് 1 മിനിറ്റിൽ നമുക്ക് ഇവിടെ ഒരു അപ് ട്രെൻഡും കിട്ടിയിട്ടുണ്ട്, രാവിലെ ഒരു ഡൗണും കിട്ടി, അത് കഴിഞ്ഞ് മാർക്കറ്റ് പിന്നെ ഇറങ്ങുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്ന മെത്തേഡ് നമുക്ക് എങ്ങനെയാണ് ലൈവ് പെർഫോമൻസ് നമുക്ക് കാണാൻ പറ്റും. അതായത് നമ്മുടെ ലൈവ് പെർഫോമൻസ് നമുക്ക് നിങ്ങൾക്ക് ഒരു ദിവസം ലൈവ് ഡെമോ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേകത എന്ന് 80-90% ആക്യുറസിയോട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഫേക്ക് ആയിട്ടുള്ള അപ്പ് ഡൗൺസ് തിരിച്ചറിയാം, ലോസ് ഒരുപാട് ലിമിറ്റ് ചെയ്യുന്ന ലോസ് ഒഴിവാക്കാൻ നമ്മുടെ സോഫ്റ്റ്വെയർ സാധിക്കും. അതായത് എങ്ങനെ അതായത് എത്ര ഹോൾഡ് ചെയ്യാമോ, തിരിച്ചു പോകുമോ എന്നുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് സോഫ്റ്റ്വെയറിന് കറക്റ്റായിട്ട് നമുക്ക് കാണിച്ചിരുന്നുണ്ട്. ലേറ്റസ്റ്റ് വേർഷൻ്റെ 8.1 പ്രത്യേകതയാണിത്. അപ്പോൾ ഇന്നത്തെ നിഫ്റ്റിയുടെ ചാർട്ട് നോക്കിയാൽ ഇന്നത്തെ നിഫ്റ്റിയിൽ പുതുതായിട്ടൊരു സിഗ്നൽ വന്നിട്ടില്ല, പഴയ സിഗ്നൽ കണ്ടിന്യൂവേഷൻ ആണ് പോയിരിക്കുന്നത്, പിന്നെ വന്നതൊക്കെ റീ എൻട്രികളാണ്. ഓക്കെ, അപ്പോൾ ഇന്നലത്തെ സിഗ്നൽ നിങ്ങൾക്കറിയാം, നമുക്ക് ഇന്നലത്തെ മാർക്കറ്റിന് നിഫ്റ്റിക്ക് വലിയൊരു മൊമെന്റ് ഉണ്ടായിരുന്നില്ല, മാർക്കറ്റ് ഒരു ബയോ സെല്ലോ പോകാത്ത സാഹചര്യമായിരുന്നു. ഇന്നലെ മോർണിംഗിൽ ഗ്യാപ് ഡൗണിൽ ഇറങ്ങിയ ശേഷം പിന്നെ ഒരു അപ് ട്രെൻഡോ ഡൗൺ ട്രെൻഡോ പ്രോപ്പറായിട്ട് പോയിട്ടില്ല. അത് കണ്ടിന്യൂ ചെയ്ത് ഇന്നും അതേപോലെ ഡൗൺ ഇറങ്ങുകയാണ് ചെയ്തത്. അത് ഗ്യാപ് ഡൗൺ ഒറ്റയടിക്ക് അടിച്ചിറങ്ങി. പക്ഷേ ഇവിടെ രണ്ടാമത്തെ ക്യാനിൽ പിടിക്കാൻ പറ്റിയല്ല, കുറച്ച് കയറിയിട്ട് ഇവിടെ ആണ് പ്രോപ്പർ സപ്പോർട്ട് കട്ടിയത്. അപ്പോൾ ഈ ക്യാനിൽ നമുക്ക് എടുക്കാം. അവിടുന്ന് മാർക്കറ്റ് താഴ്ത്തിറങ്ങിയിട്ടുണ്ട്. അവിടുത്തെ പുട്ട് പ്രകാരം 23,048 ആണ്. അപ്പം 23,200 പുട്ട് ചെയ്യാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. 200, 123 നമുക്ക് ഏത് വേളയിലും എടുക്കാം. ഇപ്പോൾ 200 നോക്കുകയാണെങ്കിൽ മോർണിംഗിൽ തന്നെ 230 നമുക്ക് സിഗ്നൽ വന്നിട്ടുണ്ട്. അത് ഗ്യാപ്പിൽ ഓപ്പണായി കയറിയാണ് ഓപ്പൺ ആയിരിക്കുന്നത്. അത് തിരിച്ചിറങ്ങിയത് ഇവിടുന്നാണ്. അവിടെ നമുക്ക് എടുക്കാം. അവിടെ നമുക്ക് M1 കൂടെ നമുക്ക് പിടിക്കാൻ പറ്റും. M1 കൂടെ കമ്പയർ ചെയ്ത് നമുക്ക് ആക്ച്വലി കറക്റ്റായിട്ട് എവിടുന്ന് ബ്രേക്ക് ചെയ്യണമെന്ന് നമുക്ക് തിരിച്ച് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഇപ്പോൾ M1 നോക്കുകയാണെങ്കിൽ ഇവിടെ കണ്ടു, ഇവിടെ ഇറങ്ങിയ പോയിന്റിൽ നമ്മൾ പിടിച്ചു കയറണം. ഇവിടെ നിന്നാണ് 200 തിരിച്ച് കയറിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആയ ശേഷം മാർക്കറ്റ് ഇവിടെ പ്രോപ്പർ ഒരു ഡൗൺ ഇല്ല, നമുക്ക് തിരിച്ചു കയറാൻ ചാൻസ് ഉണ്ടെന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ആ ബ്രേക്കിൽ കയറി നമുക്ക് അവിടുന്ന് നമുക്ക് സിഗ്നൽ അവിടുന്ന് പിക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ സിമ്പിളാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. നമ്മുടെ സോഫ്റ്റ്വെയറിൽ M1 M5 കമ്പയർ ചെയ്താൽ നമുക്ക് എത്രത്തോളം ഹോൾഡ് ചെയ്യാം, അടുത്ത ട്രേഡ് എവിടെയാണ്, ഇനി നമുക്ക് എവിടെ എടുക്കാം എന്നുള്ള കറക്റ്റ് ഇൻഫർമേഷൻസ് നമ്മുടെ സോഫ്റ്റ്വെയറിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പം ഇതിനകത്ത് സൈഡ് വേസ് ഇൻഡിക്കേഷൻ കാണിക്കാൻ വേണ്ടി നമ്മൾ എക്സ്ട്രാ കളർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓറഞ്ച് കളർ, അതേപോലെ വെള്ള കളർ, ഹോളോ ക്യാൻഡിൽസ്, അങ്ങനെ മിക്സപ്പ് കളറായിട്ട് നമുക്ക് സൈഡ് വേസ്, അതായത് നമുക്കൊരു ബൈ കണ്ടിന്യൂ പോകുന്ന സാഹചര്യത്തിൽ നമുക്ക് തിരിച്ച് റിവേഴ്സ് പോകുന്ന പോർഷൻസ് നമുക്ക് അറിയാനായിട്ട്. കാരണം അപ്പ് ഡൗൺസ് ഒരുപാടുണ്ടാകും. ഇപ്പോൾ ഇവിടുന്ന് അപ്പ് കയറിയപ്പം ഇവിടം വരെ കയറി തിരിച്ചിറങ്ങി പിന്നെയും കയറി, പിന്നെയും നമുക്കത് പ്രോപ്പർ റിവേഴ്സിൽ എവിടെ നിന്നാണ് ഐഡന്റിഫൈ ചെയ്യാൻ കളർ കോമ്പിനേഷൻ ആയിട്ട് മിക്സപ്പ് ആയിട്ട് മാറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അതായത് നമുക്ക് മാർക്കറ്റ് ഇനിയും തിരിച്ചു കയറാൻ സാഹചര്യം നമുക്ക് അവിടെ നിന്ന് റീ എൻട്രി ലെവലായിട്ട് നമുക്ക് കാണിച്ചു തരും. അതായത് ഇപ്പം നമുക്ക് കുറച്ച് ഇറങ്ങിയിട്ട് പിന്നെ തിരിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്താൽ അടുത്ത് പിന്നെയും കണ്ടിന്യൂവേഷൻ ആണെങ്കിൽ നമുക്ക് റീ എൻട്രി ലെവലായിട്ട് ഇവിടെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ സോഫ്റ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് ലൈവ് അറ്റൻഡ് ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യാൽ മതി. അപ്പോൾ ഇന്നത്തെ സെൻസെക്സ് നല്ലൊരു ട്രേഡ് ഉണ്ടായിരുന്നു. സെൻസെക്സിൽ നല്ല റിട്ടേൺസ് നമുക്ക് മോർണിംഗിൽ തന്നെ ഡൗൺ ആണ്, മോർണിംഗ് തൊട്ട് ഡൗൺ ആണ്. ഇതിനകത്തൊരു ബൈറ്റഡ് പോയിട്ടേ ഇല്ല. പക്ഷേ ബാങ്ക് നിഫ്റ്റിയിൽ വലിയൊരു ട്രേഡ് നമുക്ക് നടന്നിട്ടില്ല എന്ന് തന്നെ പറയാം. ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് പ്രോപ്പറായിട്ട് ഇൻഡിക്കേഷൻ, അതായത് മോർണിംഗിൽ വളരെ ഒരു കൺസോൾട്ടേഷൻ ആയ സാഹചര്യമാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നത്. മാർക്കറ്റ് ബൈലടിച്ച് കയറുക, തിരിച്ചിറങ്ങുക, ഒറ്റയടിക്ക് അടിച്ച് കയറി തിരിച്ചിറങ്ങി കുറേ ഇതിൻ്റെ സൈഡ് വേസ് നിന്നതിന് ശേഷമാണ് ലാസ്റ്റാണ് കുറച്ച് ഡൗണിൽ ഇറങ്ങിയത്. അതുവരെ മാർക്കറ്റ് ഫുള്ള് ഫ്ലക്ച്വേഷൻ ആണെന്ന് തന്നെ പറയാം. അത് സോഫ്റ്റ്വെയർ അവിടെ കറക്റ്റ് ഇൻഡിക്കേഷൻ നമുക്ക് സൈഡ് വേസ് ആണെന്ന് പറഞ്ഞ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഓക്കെ,
അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.